അല്ല അവരങ്ങനെ ചെയ്യാറുണ്ടോ? എത്രയോ വട്ടം മൈക്ക് താഴോട്ട് ഇങ്ങനെ ആക്കും അല്ലേ? ഞാൻ പറയട്ടെ. കറക്റ്റ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. നോമിനേഷൻ അല്ലെങ്കിൽ നോമിനേഷൻ ചെയ്യാൻ ഞാൻ പറയാണ് ലാലേട്ടനോട് ഇങ്ങനെ. അപ്പൊ തട്ടി താഴെയിടും. നീ കൊള്ളാമല്ലോടി പെണ്ണെ. അവനെ ഒരു കാശിനും കൊള്ളത്തില്ല എന്ന് ഇങ്ങനെ മൈക്ക് മാറ്റുന്നത് എങ്ങനെയാണ് മോൾ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട, കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എന്നിട്ട് പിന്നെ ഹലോ ടെസ്റ്റിംഗ്, ഇതൊക്കെയാണല്ലോ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അനുമോൾ എങ്ങനെ ചെയ്യാറുണ്ട്? അനുമോൾ എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എനിക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളായിരിക്കില്ല പുറത്ത് പറയാൻ, അതായത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ലാലേട്ടാ ഇത്രയും അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഷോൾഡർ അറിയാതെ മൈക്ക് താഴോട്ട് പോകാറുണ്ട്. അതിപ്പോ എല്ലാരും അനൗൺസ് ചെയ്യും, മൈക്ക് നേരെയിട്ട് മൈക്ക് നേരെ എല്ലാവരും പറയാറുണ്ട്. ആഞ്ജനേയ സ്വാമി. അറിയാണ്ട് മൈക്ക് കളയണ്ട, നമുക്ക് തനിച്ച് കളിക്കാം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇതിൽ ഒരാളെ വിന്നറാവുള്ളൂ, 3 പേരും കൂടെ വിന്നറാവില്ല. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതല്ല, അനുമോൾ വന്ന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവൂല. നല്ല ആളോടാണ് അനുമോള് പോയി ചോദിച്ചത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. ഞാൻ വിളിക്കുമ്പോ മാത്രമേ ഷാബുമാൻ അറിയുന്നുള്ളൂ. ഷാബുമാൻ ഇങ്ങനെ ഒരു ട്രാൻസിലാണ്. നല്ല കാര്യം.